സുബിൻസിനോടൊപ്പമുള്ള യാത്രയുടെ ഭാഗമായി പോർട്ട് ബ്ലെയറിൽ നിന്നും അതിരാവിലെ നോർത്ത് ബേ ഐലൻഡ് കാണാനായിട്ടാണ് ഇന്ന് യാത്രാ സംഘത്തിലെ മറ്റ് സഹയാത്രികരോടൊപ്പം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എല്ലാവരും രാവിലെ തന്നെ അത്യുത്സാഹത്തോടെ തങ്ങൾക്ക് പോകാനുള്ള വേവ് റൈഡർ എന്ന ചെറുതോണിയിൽ കയറിപ്പറ്റി. രാവിലെ പുറപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് പാക്കറ്റുകളായി തന്നിരിക്കുകയാണ്. തങ്ങൾക്ക് നൽകപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റുമായി നോർത്ത് ബേ ഐലൻഡിൻ്റെ കാഴ്ചകളിലേക്ക് സഹയാത്രികരോടൊപ്പം ഞാനും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ബേ ഐലൻഡ് എന്ന് പറയുന്നത് അണ്ടമാൻ ദ്വീപുകളിലെ ഒരു പ്രധാനപ്പെട്ട ദ്വീപ് കൂടിയാണ്. ഇത് അണ്ടമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഈ ദ്വീപിന് ചുറ്റുമുള്ള കടൽ ഭാഗത്ത് നിരവധി കോറൽ പാറകളും സമുദ്രാന്തരങ്ങളുമുണ്ട്. സ്നോർക്ലിംഗ്, സ്ക്യൂബ ഡൈവിംഗ്, സീ വാക്കിംഗ്, സ്പീഡ് ബോട്ട് യാത്രകൾ, ജെറ്റ് സ്കൈ യാത്രകൾ തുടങ്ങിയവ ഇവിടെ വളരെ പ്രിയപ്പെട്ടതാണ്. പോർട്ട് ബ്ലെയറിലെ അണ്ടമാൻ ജെട്ടിയിൽ നിന്നും 45 മിനിറ്റ് യാത്രയുള്ള ബോട്ടിലാണ് ഇവിടെ എത്തി. പോർട്ട് ബ്ലെയറിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ദ്വീപിലേക്ക്. പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട ഒരു ദ്വീപ് കൂടിയാണ് ഈ നോർത്ത് ബേ ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായും ജലവിനോദങ്ങളാണ് ഇവിടുത്തെ ആകർഷണം. പോർട്ട് ബ്ലെയർ സന്ദർശിക്കുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂട്ടാനാവാത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ നോർത്ത് ബേ ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നമുക്ക് കാണാൻ കിട്ടുന്ന പവിഴപ്പുറ്റുകളും അതുപോലെ തന്നെ ജലത്തിനടിയിലുള്ള ചെറു മത്സ്യങ്ങളും ജലത്തിനടിയിലുള്ള മറ്റ് പ്രകൃതി രമണീയമായ കാഴ്ചകളുമാണ്. പവിഴപ്പുറ്റുകൾ എന്നും ഒരു അത്ഭുത ലോകം തന്നെയാണ് തങ്ങൾക്ക് ചുറ്റും കടൽ ആഴങ്ങളിൽ സൃഷ്ടിക്കുന്നത്. ഭൂമിയിലെ വൈവിധ്യമയമായതും മനോഹരവുമായ ഒരു ആവാസ വ്യവസ്ഥയാണ് പവിഴപ്പുറ്റ്. തീരത്തോട് ചേർന്ന് ആഴം കുറഞ്ഞ കടലിൽ ഇവ കാണപ്പെടുന്നു. ഏകദേശം 100ഓളം ഇനങ്ങളിലുള്ള ഒച്ചുകൾ, നൂറുകണക്കിന് വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ, ചെറിയ സസ്യങ്ങൾ, വിവിധ തരത്തിലുള്ള കടൽ കുതിരകൾ തുടങ്ങിയ ലക്ഷക്കണക്കിന് ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇത്തരം പവിഴപ്പുറ്റുകൾ. അനേകം കോടി ജീവിക്കുന്നതും മരിച്ചതുമായ കോറലുകളുടെ കൂട്ടങ്ങൾ ഉഷ്ണമേഖല കടലുകളിൽ യുഗങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടി ഉണ്ടാക്കിയിട്ടുള്ള പവിഴദ്വീപുകളുടെ ചുറ്റുമുള്ള തടയണകൾ ആണ് പവിഴപ്പാറകൾ. പവിഴദ്വീപുകളും അവയെ സംരക്ഷിക്കുന്ന പവിഴപ്പാറ ഉൾപ്പെടെ ഭൂഭാഗത്തെ അറ്റോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അറബിക്കടലിലെ ലക്ഷദ്വീപുകളും മാലദ്വീപുകളും ഇത്തരം പവിഴപ്പാറകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കോറലുകൾ സ്രവിക്കുന്ന കാൽസ്യം കാർബണേറ്റ് ആണ് ഇതിൻ്റെ മൂലവസ്തു. സമുദ്രത്തിൽ കോളനികളായി ജീവിക്കുന്ന ഫയലം നൈറ്റാറിയ പോലിപ്പ് സമൂഹമാണ് ഇവ. 1-2 മീറ്റർ മാത്രം വലിപ്പമുള്ള ഈ കോറലുകളുടെ ബാഹ്യകവചങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആണ് പവിഴപ്പുറ്റുകൾ ഉണ്ടാകുന്നത്. ഭൂമിയിലെ ഏറ്റവും വൈവിധ്യമുള്ള ആവാസ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന പവിഴപ്പാറകളെ കടലിലെ മഴക്കാടുകൾ എന്നാണ് പൊതുവെ വിളിക്കാറ്. കടൽപ്പരപ്പിൻ്റെ 1% മാത്രം വരുന്ന പവിഴപ്പാറകളിൽ സമുദ്രത്തിലെ 25% ജീവജാലങ്ങളും പാർക്കുന്നു. കടൽ അനിമോണുകളുടെയും ജെല്ലി മത്സ്യങ്ങളുടെയും അടുത്ത ബന്ധുക്കളായ പോളിപ്പുകൾ എന്ന പുഷ്പ സദൃശമായ ജീവികളുടെ വിസർജ്യ വസ്തുക്കളും മൃതാവശിഷ്ടങ്ങളും ചേർന്ന് വർഷങ്ങളുടെ പ്രവർത്തന ഫലമായി ആണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. പവിഴപ്പുറ്റുകളെ കടലിലെ പൂന്തോട്ടം എന്നാണ് വിളിക്കുക. അത്രമാത്രം മനോഹരമാണ് പവിഴപ്പുറ്റുകൾ. ഹൃദയമോ തലച്ചോറോ കാഴ്ചശക്തിയോ ഇല്ലാത്ത പവിഴപ്പൊലിപ്പുകൾക്ക് കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, ലവണങ്ങൾ എന്നിവയെ സ്വാംശീകരിച്ച് കട്ടി കൂടിയ കാൽസ്യം കാർബണേറ്റാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ഇവയാണ് ഈ പവിഴപ്പുറ്റുകളുടെ പുറകിലുള്ള രഹസ്യവും. പവിഴപ്പുറ്റുകൾക്ക് വളരാൻ ചില അനുകൂല സാഹചര്യങ്ങൾ കൂടി ആവശ്യമുണ്ട്.
താപനില 18 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിൽ ആയിരിക്കണം. അതുപോലെ തന്നെ തെളിഞ്ഞ ജലം, ഉപ്പിൻ്റെ അളവിലുള്ള സ്ഥിരത എന്നിവയാണ് മറ്റ് അനുകൂല ഘടകങ്ങൾ. 50 മീറ്റർ ആഴത്തിൽ ഇവ വളരുകയുമില്ല. ജലോപരിതലത്തിൽ എത്തുന്നതോടെ വളർച്ച നിൽക്കുകയും ചെയ്യും. ഭൂമധ്യരേഖയുടെ 30 വരെയുള്ള പ്രദേശത്ത് മാത്രമേ സാധാരണയായി പവിഴപ്പുറ്റുകൾ വളരുകയുള്ളൂ എന്നതാണ് ഒരു സത്യം. ഇതിനപ്പുറത്ത് കടൽ ജലത്തിൻ്റെ താപനില 18ലും താഴെയാകും എന്നതാണ് ഇതിന് കാരണം. പ്ലവകാവസ്ഥയിൽ കഴിയുന്ന ലാർവ തീരത്തോട് ചേർന്ന് അധികം ആഴമില്ലാത്ത അടിത്തട്ടിൽ സ്ഥാനം ഉറപ്പിക്കുന്നു. അതിനുശേഷം കടൽ വെള്ളത്തിൽ നിന്നും കാൽസ്യം ശേഖരിച്ച് പുറ്റ് നിർമ്മാണം ആരംഭിക്കുന്നു. പവിഴപ്പുറ്റ് നിരയുടെ നിർമ്മാണത്തിൽ പങ്കുചേരുന്ന ഓരോ പവിഴ പൊളിപ്പിനും കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഒരു ആവരണം ഉണ്ടായിരിക്കും. ഈ ആവരണങ്ങളുടെ ആകൃതിക്ക് അനുസരിച്ചായിരിക്കും അവയ്ക്ക് പേരും ലഭിക്കുക. സുസാന്തല്ലെ എന്ന വളരെ ചെറിയ പയലുകൾ പവിഴപ്പുറ്റുകളിൽ വളരുന്നുണ്ട്. ഇവയിൽ നിന്നും പവിഴപ്പുറ്റുകൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നു. അതിന് പകരമായി പായലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റു മൂലകങ്ങൾ തുടങ്ങിയവ പവിഴപ്പുറ്റുകൾ നൽകുന്നു. ഇങ്ങനെ ഇവ ഒന്നിനെ ഒന്ന് ആശ്രയിച്ചും പൂരകമായുമാണ് ജീവിക്കുന്നത്. ശക്തിയായി അടിക്കുന്ന തിരമാല, ലവണാംശം, കുറഞ്ഞ ജലം, ജലത്തിൻ്റെ താപനിലയിലുള്ള വ്യത്യാസം, ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ് തുടങ്ങിയവ മൂലം പവിഴപ്പുറ്റുകളുടെ നിർമ്മാണ പ്രക്രിയ തടയപ്പെടാറുണ്ട്. ചിലപ്പോൾ കാൽസ്യമയമായ അസ്ഥികൂടം നശിക്കാതെ നിലനിൽക്കും. നിർജീവമായ പുറ്റുകളിൽ പുതിയ ലാർവകൾ സ്ഥാനം ഉറപ്പിച്ച് വീണ്ടും പുറ്റ് നിർമ്മാണം തുടരുന്നു. ഇങ്ങനെ അനേകായിരം പുറ്റുകൾ ചേർന്നാണ് പവിഴപ്പുറ്റ് നിരകൾ രൂപം കൊള്ളുന്നത്. വിവിധ ആകൃതികളിൽ പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നു. ഉഷ്ണമേഖലയിലുള്ള കടലുകളിൽ കൂടുതലായും കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾക്ക് തലച്ചോറിൻ്റെ ആകൃതിയാണുള്ളത്. അവയെ ബ്രെയിൻ പവിഴപ്പുറ്റുകൾ എന്നാണ് പറയാറ്. അവിടെ കാണപ്പെടുന്ന മറ്റൊരു തരമാണ് ക്യാബേജ് പവിഴപ്പുറ്റുകൾ. ഈ ഇന്തോനേഷ്യയുടെ സമീപത്തെ കാണപ്പെടുന്ന പവിഴപ്പുറ്റിനമാണ് ആങ്കർ പവിഴപ്പുറ്റുകൾ. ഇത്തരം പവിഴപ്പുറ്റുകൾക്ക് നങ്കൂരത്തിൻ്റെ ആകൃതിയായിരിക്കും. കലമാൻ കൊമ്പ് പോലെയുള്ള പവിഴപ്പുറ്റുകളെ സ്റ്റാഗ് ഹോൺ പവിഴപ്പുറ്റുകൾ എന്നാണ് പറയുന്നത്. കൂടാതെ കൂണിൻ്റെ ആകൃതിയിലുള്ള മഷ്റൂം, നക്ഷത്രത്തിൻ്റെ ആകൃതിയിലുള്ള സ്റ്റാർ, ടേബിൾ, ഡെയ്സി, ബ്രാക്കോളി, സോഫ്റ്റ് പയർ, ഓർഗൻ പൈപ്പ് മുതലായ ആകൃതിയിലും പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നു. 3 തരം പവിഴപ്പുറ്റുകളാണ് സാധാരണയായി കാണപ്പെടാറുള്ളത്. ആദ്യത്തേത് തീരപ്പുറ്റാണ്. കടൽ തീരങ്ങളിൽ കടലിനോട് ചേർന്ന് ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റ് നിരയെയാണ് തീരപ്പുറ്റ് എന്ന് വിളിക്കുന്നത്. ഇവ കിലോമീറ്ററുകളോളം നീളത്തിൽ കാണാം. തീരത്തിൽ നിന്നും ഏതാനും മീറ്ററുകൾ മുതൽ 1.5 കിലോമീറ്റർ വരെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന തീരപ്പുറ്റുകളുമുണ്ട്. ഇങ്ങനെ വീതിയേറിയ പവിഴപ്പുറ്റുകളിൽ കരയോട് ചേർന്ന ഭാഗം മണ്ണും ചെളിയുമടിഞ്ഞ് ചതുപ്പ് പോലെയാകും. ഇവിടെ കണ്ടാൽ ചെടികൾ വളർന്ന് കാട് പോലെയാകുന്നതും ഒരു പതിവ് കാഴ്ചയാണ്. ചത്തൊടുങ്ങിയ കോറലുകൾ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള താരതമ്യേന ഉറച്ചു പരന്ന ആഴം കുറഞ്ഞ ഈ ഭാഗത്തെ റീഫ് ഫ്ലാറ്റ് എന്ന് ആണ് വിളിക്കുന്നത്. ഇതിൻ്റെ മുന്നറ്റത്തായി കാണപ്പെടുന്ന വരമ്പ് പോലെയുള്ള ഭാഗമാണ് ജീവനുള്ള കോറലുകൾ കാണപ്പെടുന്ന റീഫ് ക്രസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ മുന്നോട്ട് നീളത്തിൽ വളർന്ന് മുനമ്പായി രൂപപ്പെടുന്നു. ഇതിനെ സ്പർ എന്നാണ് വിളിക്കുന്നത്. അടുത്ത 2 മുനമ്പുകൾക്കിടയിൽ 10-15 മീറ്റർ വരെ ആഴമുള്ള കിടങ്ങുകളും രൂപപ്പെടാറുണ്ട്. വലിയ മത്സ്യങ്ങളടക്കമുള്ള കടൽ ജീവികളുടെ ഇഷ്ടതാവളമാണ് ഇത്തരം കിടങ്ങുകൾ. തീരപ്പുറ്റുകളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന വേവ് റൈഡർ എന്ന തോണി അതിവേഗം
നോർത്ത് ബേ ഐലൻഡിൽ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കടലിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടും ധാരാളം ഫോട്ടോകളും വീഡിയോകളും എടുത്തും സഹയാത്രികരെല്ലാവരും നോർത്ത് ബേയിലേക്കുള്ള തങ്ങളുടെ യാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കടലിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് യാത്രയെ ആസ്വദിച്ച് വീഡിയോകളും ഫോട്ടോകളും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പവിഴപ്പുറ്റുകളെ പറ്റിയുള്ള എൻ്റെ ചിന്തയിൽ മുഴുകുകയാണ്. കരയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റ് നിരയാണ് പവിഴരോധിക എന്ന് അറിയപ്പെടുന്നത്. കരയ്ക്കും പവിഴപ്പുറ്റ് നിരയ്ക്കും ഇടയിൽ ജലാശയമുണ്ടായിരിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നടുക്കടലിൽ പവിഴപ്പുറ്റ് നിരകൾക്ക് നടുക്ക് നീല നിറത്തിൽ ജലാശയമുണ്ടായാൽ അത്തരം പവിഴപ്പുറ്റുകളെ പവിഴദ്വീപ് വലയം അറ്റോൾ എന്നും പറയാറുണ്ട്. അറ്റോൾ സാധാരണയായി മാലി ദ്വീപ സമൂഹത്തിൽ ആണ് കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിലാണ്. ഈ പവിഴപ്പുറ്റ് സമൂഹം ഓസ്ട്രേലിയയുടെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ക്യൂൻസ് ഐലൻഡിൻ്റെ തീരത്തുള്ള കോറൽ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ 3000-ൽ അധികം പവിഴപ്പുറ്റു നിരകൾ, 900 ദ്വീപുകൾ എന്നിവ ചേർന്ന് 2600 കിലോമീറ്ററിൽ കൂടുതൽ സ്ഥലത്തായി ഏകദേശം 3,44,400 ചതുരശ്ര കിലോമീറ്ററായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഗ്രേറ്റ് ബാരിയർ റീഫ് മറൈൻ പാർക്ക് അതോറിറ്റി എന്ന സംഘടന ഈ പവിഴപ്പുറ്റിനെ സംരക്ഷിച്ചു വരുന്നു. 1981-ൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി ഗ്രേറ്റ് ബാരിയർ റീഫിനെ പ്രഖ്യാപിച്ചു. ഇതിൻ്റെ വലിയൊരു ഭാഗം നാഷണൽ പാർക്കായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 20,000 വർഷം പഴക്കം ഈ പവിഴപ്പുറ്റിന് ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തം. സുനാമി മൂലമുണ്ടാകുന്ന വലിയ തിരമാലകളുടെ ശക്തമായ പ്രഹരം മൂലം പവിഴപ്പുറ്റുകൾക്ക് നാശം വരാറുണ്ട്. കൂടാതെ ജലമത്സ്യങ്ങൾ ആഹാരമാക്കുന്നതിലൂടെയും പവിഴപ്പുറ്റുകൾക്ക് നാശം സംഭവിക്കുന്നു. ഇവയ്ക്ക് പുറമെ മനുഷ്യർ കടലിൽ തള്ളുന്ന പ്ലാസ്റ്റിക്, കപ്പലുകളിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന എണ്ണ, കൗതുകത്തിനായി അക്വേറിയങ്ങളിൽ സൂക്ഷിക്കാനായി പവിഴപ്പുറ്റുകൾ ശേഖരിക്കൽ എന്നിവ വഴി പവിഴപ്പുറ്റുകൾക്ക് നാശം സംഭവിക്കാറുണ്ട്. താപനിലയിലുണ്ടാകുന്ന വ്യതിയാനം, കടൽ ജലത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുക, എണ്ണ തുടങ്ങിയ മാലിന്യങ്ങൾ കലരുക എന്നിവയും പവിഴപ്പുറ്റുകളുടെ നാശത്തിന് കാരണമാകുന്നു. ഇങ്ങനെ പവിഴപ്പുറ്റുകളെ പറ്റിയും അവയുടെ ജീവിത സംക്രമണത്തെ പറ്റിയും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ബോട്ട് ഇപ്പോൾ തീരത്തോട് അടുക്കുകയാണ്. നോർത്ത് ബേ ഐലൻഡിൽ ബോട്ട് ജെട്ടി ഇല്ലാത്തതിനാൽ ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയാണ് യാത്രികർക്ക് ഇറങ്ങാനും ബോട്ടിൽ നിന്ന് വൻകരയിലേക്ക് സഞ്ചരിക്കാനുമായി ഒരുക്കിയിരിക്കുന്നത്. നാം അവിടെ എത്തുമ്പോഴേക്കും അനേകം മറ്റ് ചെറുവഞ്ചികളിൽ ധാരാളം യാത്രികർ അവിടെ പല ജലവിനോദത്തിനായി ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഒരിടമാണ് ഈ നോർത്ത് ബേ ഐലൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ നാം അവിടെ എത്തുകയും അവിടുത്തെ ധാരാളം കാഴ്ചകളിലൂടെ നീങ്ങുകയും ചെയ്തു. അതിൽ പ്രധാനമായും ഡോൾഫിൻ റൈഡ് എന്ന ഒരു റൈഡിലേക്കാണ് ആദ്യമായി പോകുന്നത്. റഷ്യൻ നിർമ്മിത ഒരു ജലനൗകയാണ് ഈ ഡോൾഫിൻ നൗക. അതിന് ഉള്ളിൽ കടലിൻ്റെ അടിത്തട്ട് കാണാനായി പറ്റുന്ന വിധത്തിൽ മാഗ്നിഫൈഡ് ഗ്ലാസ്സാണ് രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അതിലെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഒപ്പം കടൽ തീരത്തെ ധാരാളം ആക്ടിവിറ്റീസിലും പങ്കെടുത്തതിന് ശേഷം യാത്രാ സംഘത്തിലെ മറ്റ് അംഗങ്ങൾക്കൊപ്പം തങ്ങളുടെ കുട്ടിപ്രായത്തിൽ കളിച്ചിരുന്ന
പണ്ട് നഴ്സറി സ്കൂളിൽ പഠിച്ച കൂകിപ്പായും തീവണ്ടി എന്നത് അടക്കം ധാരാളം കൊച്ചു കൊച്ചു പാട്ടുകളും ഡാൻസും മറ്റ് കലാപരിപാടികളുമായി നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറുടെ നേതൃത്വത്തിൽ യാത്രാ സംഘത്തിലെ അംഗങ്ങളെല്ലാവരും തങ്ങളുടെ യാത്ര വളരെ ആസ്വാദ്യകരമാക്കുകയാണ്. ഇങ്ങനെ നോർത്ത് ബേ ഐലൻഡിലെ വാട്ടർ ആക്ടിവിറ്റീസിന് ശേഷം തിരികെ പോർട്ട് ബ്ലെയർ ഐലൻഡിലേക്ക് യാത്ര തിരിക്കാനായി യാത്രാ സംഘത്തിലെ സഹയാത്രികർക്കൊപ്പം ഞാനും ഇപ്പോൾ തിരികെ ഉള്ള യാത്രയ്ക്ക് തയ്യാറെടുത്ത് ബോട്ട് ജെട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ചെറു കടികളും ചായയും മറ്റും ഒക്കെ കഴിച്ചതിന് ശേഷം മറ്റ് യാത്രാ സംഘത്തിലെ യാത്രികരോടൊപ്പം ഞാനും പോർട്ട് ബ്ലെയറിലേക്ക് മടങ്ങുകയാണ്. ഇങ്ങനെ മടങ്ങുമ്പോൾ എൻ്റെ ചിന്ത പിന്നെയും ഈ അത്ഭുതകരമായ കോറൽ ഐലൻഡിനെ പറ്റിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പവിഴപ്പുറ്റുകൾക്കുണ്ടാകുന്ന 2 രോഗങ്ങളാണ് വൈറ്റ് ബാൻഡ് രോഗവും ബ്ലാക്ക് ബാൻഡ് രോഗവും. ബാക്ടീരിയകളാണ് ഈ രോഗത്തിന് കാരണം. ബ്ലാക്ക് ബാൻഡ് രോഗത്തിൽ രോഗബാധയേറ്റ ഭാഗങ്ങളിലെ പവിഴം ജീവികൾ നശിച്ച് ഈ ഭാഗം കറുത്ത പട്ട പോലെയായിത്തീരുന്നു. വൈറ്റ് ബാൻഡ് രോഗബാധയേറ്റ ഭാഗം വെളുത്ത പട്ട പോലെയായിത്തീരും. ലോകത്തിലെ ആദ്യ പവിഴപ്പുറ്റുകൾ ഉടലെടുത്തത് 5000 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇന്ന് നാം കാണുന്ന പവിഴപ്പുറ്റിന് 8000-ലധികം വർഷങ്ങൾ പഴക്കമില്ല. ഭൂമിയിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായ ഈ ജീവി വ്യവസ്ഥയുടെ രൂപവൽക്കരണവും വർഗീകരണവും സംബന്ധിച്ച സിദ്ധാന്തങ്ങൾ ആദ്യമായി മുമ്പോട്ട് വച്ചത് ചാൾസ് ഡാർവിനാണ്. 1842 ഇത് സംബന്ധിച്ച് അദ്ദേഹം രചിച്ച പുസ്തകമാണ് ദ സ്ട്രക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോറൽ എന്ന മഹാഗ്രന്ഥം. ജീവവൈവിധ്യത്തിൻ്റെ കലവറയായ പവിഴപ്പുറ്റുകൾ കൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട്. ഇവ തീരം സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ ലക്ഷദ്വീപ് പോലെ ലോകത്തിലെ ഒട്ടനവധി ദ്വീപുകൾ രൂപം കൊണ്ടിരിക്കുന്നത് നിസ്സാരങ്ങളായ പവിഴപ്പുറ്റുകളുടെ ദശലക്ഷക്കണക്കിന് വർഷത്തെ അധ്വാനം കൊണ്ടാണെന്ന അറിവ് നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒന്നുകൂടി. കാൽസ്യം കാർബണേറ്റിൻ്റെ നല്ല ഉറവിടമായ പവിഴപ്പുറ്റുകൾ കുമ്മായ നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്നു. കൗതുക വസ്തുക്കളായും ഇവ വിറ്റഴിക്കപ്പെടുന്നു. ഇങ്ങനെ പവിഴപ്പുറ്റുകളെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് പോർട്ട് ബ്ലെയറിലേക്ക് എത്തി നമ്മുടെ ഈ ദിവസത്തിൻ്റെ യാത്ര അവസാനിപ്പിച്ച് ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്.